അഹമ്മദാബാദ് വിമാനാപകടം അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ച് ആ വന്ന റിപ്പോർട്ടിൽ പൈലറ്റുമാർ അവരുടെ ശക്തമായ അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റമെല്ലാം അവരുടെ പേരിൽ ആരോപിക്കത്തക്ക രീതിയിലാണ് പോയിരിക്കുന്നത്. ശരിക്കും പൈലറ്റുമാർ എന്ത് പറയുന്നു? ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നിൽക്കുന്ന എന്താ പറയുക സംഭവ വികാസങ്ങളൊക്കെ എന്താണ്? ഇല്ല, കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രി പറഞ്ഞിരുന്നു, ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഒരു പ്രാഥമിക റിപ്പോർട്ടാണ്. ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ അവർ തയ്യാറാക്കുന്ന റിപ്പോർട്ട്. ഇതിൽ പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെ ഇതിനകത്ത് കാണുള്ളൂ. അതായത് എന്ത് ആണ് അതിനകത്ത് സംഭവിച്ചതെന്നുള്ള പൂർണ്ണമായ വിവരം ഇപ്പോഴും അറിയാൻ പറ്റില്ല. വസ്തുതകളാണ്, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ നിന്ന് ലഭിക്കാമോ അത്രയും ഡാറ്റ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഊഹാപോഹങ്ങൾ മാത്രമേ ഇപ്പോഴും എത്താൻ പറ്റുള്ളൂ. അതിന് പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് അവസാനം പുറത്തു വരണം. അപ്പം അതുവരെ വന്നിട്ടില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പൈലറ്റുമാർക്കെതിരെ പല രീതിയിലുള്ള, അതായത് ഈ വിമാനം പറത്തിയിരുന്ന പൈലറ്റുമാർക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ പൈലറ്റുമാരുടെ സംഘടന ഈ കുറ്റമെല്ലാം അവരുടെ തലയിൽ കൊണ്ട് ചുമത്തിയിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. ഇത് കറക്റ്റ് എന്താണ് കാരണമെന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ, അതിനല്ല ഇവർ ശ്രമിക്കുന്നതെന്നൊക്കെ. എന്നാൽ ഈ ഒട്ടുമിക്ക ചില വ്യോമയാന വിദഗ്ധരെല്ലാം പൈലറ്റിന്റെ പിഴവ് തന്നെയാണെന്നാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പറയുന്നത്. വിദഗ്ധന്മാർ പറയുന്നത് അതെ, ഈ ലഭ്യമായ ഡാറ്റ വെച്ചിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രി പറഞ്ഞിരുന്നു, ഇപ്പൊ വന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ ആർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ചർച്ചകൾ ഉണ്ടാകുമല്ലോ. അപ്പൊ അത്തരത്തിൽ ചർച്ചകൾ ഉണ്ടായപ്പോൾ ഈ വിമാനാപകടത്തെ തുടർന്നുള്ള ഒട്ടനവധി വസ്തുതകൾ ഈ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായതുകൊണ്ട് അത്തരം ചർച്ചകൾ ഉണ്ടാവുകയും അതിൽ ഈ എന്താ പറയുക, ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പൈലറ്റുമാരുടെ പിഴവാണെന്ന് വ്യക്തമായ നിരവധി ഘടകങ്ങൾ കൂടെയുണ്ട്. ഇത് ചുമ്മാ അങ്ങോട്ട് ആരോപണം ഉണ്ടാക്കുന്നതല്ല. അപ്പൊ ഇതാണ് പൈലറ്റുമാരുടെ ബ്ലാക്ക് ബോക്സ് എന്ന് കിട്ടുന്ന വിവരമല്ലേ പ്രാഥമിക? അതെ. പക്ഷെ ഇപ്പോഴും സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായ റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പൊ ഇതാണ് പൈലറ്റുമാരുടെ സംഘടനയെ ചൊടിപ്പിച്ചിരിക്കുന്നത്, ഇത്തരം ആരോപണങ്ങൾ ഈ ചർച്ചയിൽ വരുന്നത്. അതിൽ ഈ ഭയാനകമായിട്ടുള്ള അപകടം ഒരു മനുഷ്യനിർമ്മിതമായിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ആക്സിഡന്റ് അപകടം അല്ല. എന്താണ് അങ്ങനെ ഉണ്ടായത് അല്ല, അത് മനുഷ്യനിർമ്മിത മനുഷ്യ പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയായിട്ട് ഉണ്ടായതാണ്. ഒരു വിമാനം അപകടത്തിലാവണമെങ്കിൽ പല മനുഷ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്, മനുഷ്യന്റെ ഇടപെടൽ. അപ്പൊ ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന വിദഗ്ധരിൽ ഒരാളായിട്ടുള്ള ക്യാപ്റ്റൻ മോഹൻ രഘുനാഥനാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വിശദമാക്കിയിരിക്കുന്നത്. ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകളുടെയും കോക്പിറ്റ് ഓഡിയോയുടെയും ക്രമം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ കൂടുതൽ ശക്തമായിട്ട് അടിവരയിട്ട് പറയുന്നത്. കോക്പിറ്റിൽ നടത്തിയ മനഃപൂർവ്വമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നാകാം ഈ ദുരന്തം സംഭവിച്ചതെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. ഈ വൈമാനികരുടെ അവരുടെ മെയിൻ കക്ഷിയല്ലേ, അതായത് കോക്പിറ്റ് എന്ന് പറഞ്ഞ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലമാണ്. ഈ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്ന അവരുടെ ഇത് ഒരു വ്യോമയാന വിദഗ്ധൻ പറയുന്നത്. അപ്പോ ഇന്ധന സ്വിച്ച് ഓഫ് മോഡിലാക്കിയാൽ വിമാനത്തിന് ഗുരുതരമായ ദുരന്തം സംഭവിക്കുമെന്ന് പൈലറ്റുമാർക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മളിപ്പോ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് കാറിൽ അത് പറ്റില്ല, പക്ഷെ ബൈക്കിൽ നമ്മൾ കീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ള കാര്യം പെട്ടെന്ന് നിൽക്കും. അതെ, അപ്പോൾ പതുക്കെ നിൽക്കും, പെട്രോൾ വരുന്നത് നിൽക്കും. അപ്പൊ അത്തരത്തിൽ ഇന്ധന സ്വിച്ച് ഓഫ് മോഡിലാക്കിയാൽ വിമാനത്തിന് ഗുരുതരമായിട്ടുള്ള ദുരന്തം സംഭവിക്കുമെന്ന് പൈലറ്റുമാർക്ക് അറിയാതിരിക്കാൻ കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു മനഃപൂർവ്വ പ്രവൃത്തിയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഇത് സ്വമേധയ ചെയ്യണമെന്നാണ്, സ്വമേധയ ചെയ്താൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അതായത് ഒരു ആക്സിഡന്റിലായിട്ട് സംഭവിക്കില്ല. അതിന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് വൈദ്യുത തകരാറ് മൂലമോ അല്ലെങ്കിൽ ഇന്ധന അങ്ങനെ എന്താ പറയാ, ഒരു കൈ തട്ടിയോ ഇത് അങ്ങനെ ഓഫാവുന്ന ഒരു കാര്യമല്ല. വൈദ്യുത തകരാറ് ഉണ്ടായാൽ പോലും ഇത് ഓഫാവില്ല. അപ്പോൾ കാരണം ഇന്ധന സെലക്ടറുകളുടെ സ്ലൈഡിങ് തരത്തിലല്ല, സ്ലൈഡ് ചെയ്യുന്ന തരത്തിലല്ല സ്വിച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഒരു സ്ലോട്ടിൽ അടക്കം ചെയ്തിരിക്കുന്നതാണ്. അതായത് അത് മുകളിലേക്ക് താഴേക്ക് നീക്കാൻ അത് വലിച്ചു പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ചുരുക്കത്തിൽ അശ്രദ്ധമായി അവയെ ഓഫ് സ്ഥാനത്തേക്ക് നീക്കാനുള്ള സാധ്യതയില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുന്നു. അപ്പോൾ ഓഫ് ലോക്കിലേക്ക് മാറ്റണമെങ്കിൽ ഈ സ്വിച്ചുകൾ ആദ്യം പൈലറ്റ് വലിച്ച് പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ റൺ ഓഫ് മോഡുകളിലേക്ക് ഇന്ധന ഫ്യൂവൽ സ്വിച്ചുകൾ മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാണ്, എഞ്ചിൻ 1നെയും 2നെയും നിയന്ത്രിക്കുന്ന 2 ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളും പരസ്പരം 1 സെക്കൻഡിനുള്ളിൽ റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറിയിരിക്കുന്നു.
റണ്ണിൽ നിന്ന് കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓണിൽ നിന്ന് സ്വിച്ച് ഓഫിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ കോക്പിറ്റിന്റെ മധ്യഭാഗത്ത് 1 സെക്കൻഡിന്റെ ഗ്യാപ്പിലാണ്. അപ്പോൾ കോക്പിറ്റിന്റെ മധ്യഭാഗത്താണ് ഈ സ്വിച്ചുകൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗാർഡ് റെയിൽ ഉപയോഗിച്ച് ഇവ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഗാർഡ് റെയിലും ഉണ്ട്, അതായത് കൈ അറിയാതെ പോലും അങ്ങോട്ട് പോകാതിരിക്കാൻ ഒരു റെയിൽ. അപ്പോൾ ഇതിന്റെ അകത്തുനിന്ന് കൈയിട്ട് ഇത് ചെയ്യണമെങ്കിൽ ഇത് ബോധപൂർവം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടാതെ ടോഗിൻ ചെയ്യാൻ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ആവശ്യമാണ്. അവ ടച്ച് സെൻസിറ്റീവ് അല്ല എന്ന് അദ്ദേഹം പറയുന്നത്. ടച്ച് സ്ക്രീൻ അല്ല, അത് ടച്ച് കൊണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ടർബുലൻസ്, പവർ പരാജയം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ തകരാർ എന്നിവയാൽ ഇവ പ്രവർത്തനരഹിതമാകില്ല. ടർബുലൻസ് എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളുണ്ട്. ഇത് കാരണമോ അല്ലെങ്കിൽ പവർ പരാജയം, കാലാവസ്ഥാ വ്യതിയാനം, അതെ, അല്ലാതെയുള്ള അന്തരീക്ഷ വ്യതിയാനങ്ങളുണ്ട് പ്ലെയിനിനെ ബാധിക്കുന്ന. ഈ ഗട്ടർ, നമുക്ക് ഇവിടെ ഗട്ടർ ഉള്ള പോലെ അവിടെ ഉണ്ട്, നമുക്കറിയാം. അതെ, ഈ പവർ പരാജയം, അതായത് വൈദ്യുതി തകരാറ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എറർ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടും ഈ ബട്ടൺ പ്രവർത്തനരഹിതം ആവില്ല. അത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് ഗുരുതരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ ഈ വ്യോമയാന വിദഗ്ധൻ ഉന്നയിക്കുന്നത്. കാരണം ക്യാപ്റ്റന് ചില മെഡിക്കൽ പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. മെഡിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസിക രോഗം. അപ്പോൾ ക്യാപ്റ്റൻ രോഗങ്ങളുണ്ടെന്ന് ഒട്ടനവധി പൈലറ്റുമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പറന്നുയരുന്ന സമയത്ത് പ്രവണത ആരംഭിക്കുമ്പോൾ 2 സ്വിച്ചുകളും ഒന്നിനു പുറമെ ഒന്നായി ഓഫ് സ്ഥാനത്തേക്ക് മാറ്റിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ അത് മനഃപൂർവ്വം തന്നെ ചെയ്തിരിക്കണം, അങ്ങനത്തെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ അവിടെയാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വോയിസ് റെക്കോർഡിന്റെ പ്രസക്തി. അതായത് വിമാനം തകർന്നു വീഴുന്നതിന്റെ 1 മിനിറ്റ് മുമ്പ് അവസാനമായി ഈ പൈലറ്റുകൾ തമ്മിൽ സംസാരിച്ചിരുന്ന റെക്കോർഡ് ചെയ്യപ്പെട്ട അവസാനമായ കോൺവെർസേഷൻ അതെന്താണെന്ന് അറിയാമോ? ഒരു കോ പൈലറ്റ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളത് സ്വിച്ച് ഓഫ് ആക്കിയത് എന്നാണ് എൻ്റെ അർത്ഥം. കാരണം പെട്ടെന്ന് അയാൾ ഇത് കാണുമ്പോഴേ, അപ്പോൾ മറ്റേ പൈലറ്റ് ഞാനത് ചെയ്തില്ലല്ലോ എന്നാണ് പറയുന്നത്. അത് വളരെ ശാന്തമായാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു ക്രൂര വിനോദവും കൂടെ ഇതിന്റെ ഉള്ളിലുണ്ട്. കാരണം ഞാനത് ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പം ഈ ബ്ലാക്ക് ബോക്സിനെ പറ്റി ഇദ്ദേഹത്തിന് അറിയായിരിക്കുമല്ലോ. പിന്നെ അപ്പൊ ഇതിന്റെ ഒരു ദുരൂഹമായി തന്നെ ഇരിക്കട്ടെ, അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എത്ര മാനസിക വൈകല്യമുള്ള ആളാണെങ്കിൽ അല്ല, അതെ, മാനസിക വൈകല്യമല്ല, ഇത് വിഷാദ രോഗം എന്നാണ്, മറ്റേ ഡിപ്രഷൻ നമ്മൾ പറയും. എന്നാലും നിത്യം ചെയ്യുന്ന തൊഴിലാകുമ്പോൾ ഇതൊക്കെ അറിയാതിരിക്കില്ല. അല്ല, ബ്ലാക്ക് ബോക്സിന്റെ കാര്യം അറിയാം. ഞാൻ പറയാം, അതിന്റെ ഒരു ക്രൂരമായിട്ടുള്ള ഈ പറയുന്ന പോലെ തന്നെ ആ നിർത്തേണ്ട സ്വിച്ച് ഓഫ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു പൈലറ്റ് അല്ലേ അറിയാത്തൊന്നും. അല്ല, അതല്ല ഞാൻ പറയുന്ന ആ വിഷയമേ അല്ല. മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ഇത് എന്തുമാത്രം ഒരു ക്രൂര വിനോദമാണെന്ന് ആലോചിച്ചു. അതായത് തീർച്ചയായിട്ടും ആ റെക്കോർഡ് വൈകല്യം തന്നെയാണ്. അത് ഞാനത് ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് ദുരൂഹമായിട്ട് തന്നെ ഇരിക്കും. കാരണം ഈ വോയിസ് കിട്ടുമ്പോൾ ഇതാണ് സംസാരിച്ചിരിക്കുന്നത്, ഞാനത് ചെയ്തില്ല എന്നുള്ളത്. അപ്പൊ ഇത് ഒരു ദുരൂഹതയായി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും ഇവിടെയാണ് ചില പൊരുത്തക്കേടുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ക്യാപ്റ്റൻ രഘുനാഥൻ ഉറപ്പിച്ചു പറയുന്നത് പൈലറ്റിന്റെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില മാനസിക പ്രശ്നങ്ങളാണ്. എല്ലാ പൈലറ്റുമാരും പറന്നുയരുമ്പോഴും ലാൻഡിംഗ് ചെയ്യുമ്പോഴും ഹെഡ്ഫോണുകൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. കോക്പിറ്റ് ഏരിയ മൈക്രോഫോണിനെ അടിസ്ഥാനമാക്കി കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഓഡിയോ ക്യാപ്റ്റൻ 1-ൽ നിന്നോ ഓഡിയോ ക്യാപ്റ്റൻ 2-ൽ നിന്നോ വരുന്നുണ്ടോ എന്ന് വ്യക്തമായി സൂചിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഒരു പൈലറ്റ് അങ്ങനെ പറഞ്ഞു, മറ്റേ പൈലറ്റ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള റിപ്പോർട്ട് ബാലിശമാണ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അത് ബാലിശമല്ല, അതിന് കൃത്യമായിട്ടുള്ള അത് ഈ പറയുന്ന എവിഡൻസസുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ട്. അപ്പൊ കോക്പിറ്റ് നടപടിക്രമങ്ങൾ അനുസരിച്ച് പറന്നുയരുമ്പോൾ പറക്കൽ ചുമതലയുള്ള ഫസ്റ്റ് ഓഫീസർ, എന്താ പറയുന്നത്, 2 പൈലറ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. അതില് പറക്കൽ ചുമതലയുള്ള ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ തന്റെ 2 കൈകളും നിയന്ത്രണത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ. അതായത് അദ്ദേഹത്തിന് 2 നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. മറ്റേ പൈലറ്റിന്റെ കൈ എന്തായിരിക്കും? സോബർവാൾ, അദ്ദേഹത്തിന്റെ കൈ സ്വതന്ത്രമായിരിക്കും. അപ്പൊ അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ കുതന്ത്രം ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇവിടെ ഇദ്ദേഹം ക്ലിനിക്കൽ ഡിപ്രഷൻ ഉള്ള മരുന്നുകൾ കഴിച്ചിരുന്നോ എന്നൊക്കെ ഉള്ളത് ഇനി അന്വേഷണം വിധേയമാക്കേണ്ട കാര്യമാണ്. അതെ, അപ്പൊ അത് അത്തരം ഈ പറയുന്ന പൈലറ്റുകൾക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ നടത്താറുണ്ട്, മെഡിക്കൽ ടെസ്റ്റ്. പക്ഷെ അത്തരം മാനസിക ഇത്തരത്തിൽ വിഷാദ രോഗമുണ്ടോ അതൊന്നും അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ലോകത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. 2015 ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ജർമ്മൻ വിങ്സ് ഫ്ലൈറ്റ് 9525 ഈ അപകടത്തെ കുറിച്ചിട്ട് ക്യാപ്റ്റൻ രഘുനാഥൻ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത്
ഈ അതിനുശേഷം ഒരു നിയമം തന്നെ, ഈ സംഭവത്തിന് ശേഷം ഒരു നിയമം തന്നെ മാറ്റിയിട്ടുണ്ട്. അതായത് കോക്പിറ്റിൽ 2 പൈലറ്റുകളുണ്ട്. അതിൽ ഒരു പൈലറ്റിന് എന്തുണ്ട്? മാനസിക വൈകല്യമല്ല, വിഷാദ രോഗം. മാനസിക വൈകല്യം എന്ന് പറയുന്നത് വിഷാദ രോഗം. അദ്ദേഹത്തിന് ആത്മഹത്യ പ്രവണതയുണ്ട്. അപ്പൊ അതിലൊരു ഒരു പൈലറ്റ് കോക്പിറ്റിൽ നിന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ഈ പൈലറ്റ് എന്ത് ചെയ്തു? അകത്തുനിന്ന് ലോക്ക് ചെയ്തു കോക്പിറ്റ്. അപ്പൊ തിരിച്ച് ഇയാൾ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് മറ്റേ കോ പൈലറ്റ് വന്നപ്പോ എന്ത് സംഭവിച്ചു? തുറക്കുന്നില്ല. ഇയാള് ആൽപ്സ് പർവ്വതത്തിലേക്ക് ആ പ്ലെയിൻ ഇടിച്ചിറക്കി 150ഓളം പേര് മരിച്ചു. അതിനുശേഷം ഒരു നിയമം തന്നെ വന്നു. ഒരു പൈലറ്റ് ഇതുപോലെ വാഷ്റൂം യൂസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീവാർഡ് അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾ അതിനകത്ത് നിൽക്കണമെന്നുള്ള ഒരു നിയമം ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പം ഇത് അതിനുശേഷം വന്നതാണ്. ഒരു പൈലറ്റിന് മാത്രമായിട്ട് കോക്പിറ്റിൽ ഒരിക്കലും ഇരുത്താറില്ല. അപ്പൊ അത്തരത്തിൽ പ്രശ്നം ഉള്ളത് കൊണ്ട് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന 2 പൈലറ്റുകൾ ഉണ്ടായിരുന്നപ്പോഴാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇനി ഇത് പറയുന്ന ആരോപണങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ എന്താ പറയാ ഒരു പുതിയ ഒരു നിയമം, ഇനി നിയമനിർമ്മാണം പ്രതീക്ഷ അതിന്റെ പൂർണ്ണമായ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇത് അതെ. ഇനി അതിനുശേഷം വേറെ ഒന്നുണ്ട്. 2014 MH മുന്നേ ഉള്ളത് MH370 ചേട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്രത്യക്ഷമായ പോയ പ്ലെയിൻ ഇതുവരെ കണ്ടെത്തില്ല. അമേരിക്ക, ചൈനയൊക്കെ വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പ്ലെയിനിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്: പൈലറ്റ് വിഷാദ രോഗിയായിരുന്നു. അതെ. അപ്പോൾ അദ്ദേഹം ഈ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത ഉള്ളവർക്ക് അത് അവരെന്തായാലും ഇന്നും അജ്ഞാതമല്ലേ ആ സംഗതി. അതെ. പക്ഷെ പൈലറ്റിന്റെ വിഷാദ രോഗം പുറത്തു വന്നു. അപ്പോൾ പൈലറ്റ് അതാണ് ആത്മഹത്യ പ്രവണത ഉള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ എന്തായാലും മരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവരൊരിക്കലും ചിന്തിക്കില്ല ഇവരെന്തിനാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കില്ല. അവരുടെ ചിന്ത അവരുടെ മരണത്തെ കുറിച്ച് മാത്രമായിരിക്കും. അതിനിപ്പോ അവരെത്രയും പേരെ കൊണ്ടുപോകുന്നു അങ്ങനത്തെ രീതിയിലുള്ള ചിന്തകളൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ഇതിപ്പോ പൈലറ്റുമാരുടെ മാനസിക എന്താ പറയാ രോഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇത് എന്തായാലും പൂർണ്ണമായ റിപ്പോർട്ട് വന്നിട്ട് ഇതിനെപ്പറ്റി ബാക്കി പറയാൻ പറ്റും.